ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UPSC CSAT എക്സാമിനേഷൻ. ഇപ്പോൾ പല എക്സാമിനേഷൻ UPSC CSAT എക്സാമിനേഷനകത്ത് ഒരു 10+ ക്വസ്റ്റ്യൻസ് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് വരുന്നുണ്ട്. ബാക്കിയുള്ള എക്സാമുകൾക്ക് 1 or 2 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്ത് ആൻസർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്, ഈ 3 കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന്റെ ഓപ്ഷനിൽ തന്നെയുണ്ട്. സോ ഇതിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ് വരിക. ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെന്റ്സ് 1 and 2. ഓരോ ക്വസ്റ്റ്യന് ശേഷവും 2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും, ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്. ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ യൂസിംഗ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ. താഴെ തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് വേണം നമ്മൾ ആൻസറുകൾ കണ്ടുപിടിക്കാനായിട്ട്. ചൂസ് 1 ഇഫ് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിംഗ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അലോൺ. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? ബട്ട് കനോട്ട് ബി ആൻസർഡ് ബൈ യൂസിംഗ് ദ അതർ സ്റ്റേറ്റ്മെന്റ് അലോൺ. മറ്റേ സ്റ്റേറ്റ്മെന്റ് ഏത് സ്റ്റേറ്റ്മെന്റാണ് ഉപയോഗിച്ചത് അതല്ല മറ്റേ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഓപ്ഷൻ 1 ചൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇഫ് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിംഗ് ഐദർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അലോൺ. 2 സ്റ്റേറ്റ്മെന്റുകളെയും ഇൻഡിവിജ്വലായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമെങ്കിൽ വി ക്യാൻ ചൂസ് ഓപ്ഷൻ 2. Then third one, if the question can be answered by using both the statements together. 2 സ്റ്റേറ്റ്മെന്റുകളോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇൻഡിവിജ്വലി എടുത്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. Fourth one, if the question cannot be answered even by using both the statements together. 2 സ്റ്റേറ്റ്മെന്റുകൾ കൂടി ഉപയോഗിച്ചാലും നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ we will go for option 4. Is it clear? Fine. So ഇങ്ങനെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് വരുന്നത്? The case is like ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റണം, സെക്കൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റരുത്. സെക്കൻഡ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഉപയോഗിച്ച് പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കും? ഓപ്ഷൻ 1 ചൂസ് ചെയ്യും. രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും? 2 സ്റ്റേറ്റ്മെന്റുകളെയും ഇൻഡിവിജ്വലായി ഓപ്റ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ആൻസർ നമ്മൾ ചൂസ് ചെയ്യുക. ഇത് ആൻസർ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം, 2 സ്റ്റേറ്റ്മെന്റുകളെ ഒന്നിച്ചെടുക്കണം. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യനെ ഒന്നിച്ചെടുത്താലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ. ഇത് വെച്ചിട്ടാണ് ഈ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളുടെ എല്ലാം ഓപ്ഷൻ 1, 2, 3, 4 വരിക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇതിന്റെ ഓർഡറിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമോ എന്തെങ്കിലും വേർഡിംഗിൽ വ്യത്യാസമോ കാണും. അത് വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ്സ് ഓഫ് 6ab ഹോൾ ടു ദ പവർ ഓഫ് 64 where a and b are tens and a and b are the tens and unit digits of the number. a എന്നും b എന്നും പറയുന്നത് ടെൻസും യൂണിറ്റ് ഡിജിറ്റ്സ് ഓഫ് ദി നമ്പറുമാണ്. റെസ്പെക്റ്റീവ്ലി എന്ന് തന്നിട്ടില്ല. അപ്പൊ എ വേണേൽ 10 ആവാം, അല്ലെ ബി എന്ന് വേണമെങ്കിൽ 10 ആവാം. അത് നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യണം. അതർവൈ ദേ ഷുഡ് യൂസ് ദ വേർഡ് കോൾഡ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 6ab ആണ്. 6ab ഹോൾ ടു ദ പവർ ഓഫ് 64. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ നമ്പർ a into b ഈക്വൽ ടു 24 എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. a into b ഈക്വൽ ടു 24 എന്ന് പറഞ്ഞാൽ 2 നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. നമുക്കറിയാം നമ്മുടെ പോസിബിലിറ്റി 1 into 24 വേണമെങ്കിൽ വരാം, 2 into 12 വേണമെങ്കിൽ വരാം, 3 into 8 വേണമെങ്കിൽ വരാം, 4 into 6 വേണമെങ്കിൽ വരാം. പക്ഷേ നമുക്കറിയാം എയും ബിയും എന്ന് പറയുന്ന 2 നമ്പറുകളാണ്. ദാറ്റ് മീൻസ് ദേ ആർ single digit numbers. If they are single digit number means it cannot be 24 or 12. So these 2 options cannot be taken. ബട്ട് എക്കും ബിക്കും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അത് 38 ആവാം, ഒന്നെങ്കിൽ നമുക്ക് 38 ആവാം, അല്ലെങ്കിൽ അത് 46 ആവാം, അല്ലെങ്കിൽ അത് 83 ആവാം, അല്ലെങ്കിൽ അത് 64 ആവാം. ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ്. ഈ 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് അത് വരുന്നതെന്ന് പറയാം. സ്പെസിഫിക് ആയിട്ട് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഇത് ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ വേണമെങ്കിൽ വായിക്കാം. ഈ എ ആൻഡ് ബി ആർ ടെൻസ് ആൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ റെസ്പെക്റ്റീവ്ലി എന്ന രീതിയിൽ വായിച്ചാൽ പോലും 2 ഓപ്ഷൻ വരും. ഏതൊക്കെ ഓപ്ഷൻ വരും? ഒരെണ്ണെന്ന് പറയുന്നത് ഇല്ല, 4 ഓപ്ഷൻസ് ഉറപ്പായിട്ട് നമുക്ക് വരും. 4 ഓപ്ഷൻസ് നമുക്ക് ഉറപ്പായിട്ട് വരും. ഫൈൻ. ദെൻ അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ബി ഗ്രേറ്റർ ദാൻ 4 ആണ്. ബി ഗ്രേറ്റർ ദാൻ 4 ആയിട്ട് നമുക്ക് എന്തൊക്കെ നമ്പർ ഉണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്.
ഇതിലേത് നമ്പർ വേണമെങ്കിലും വരാം. ഏതാണെന്ന് സ്പെസിഫിക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. സോ അതിന്റെ പവറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഇതാണെന്ന് പറയാൻ പറ്റില്ല. സോ സ്റ്റേറ്റ്മെന്റ് 1നെ നമുക്ക് ഇൻഡിവിജ്വൽ ആൻസർ ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റ്മെന്റ് 2നെ ഇൻഡിവിജ്വൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2 കൂടെ ഒന്നിച്ചെടുത്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ. എന്താ പറഞ്ഞിരിക്കുന്നത്? A ഇൻറ്റു ബി എന്ന് പറയുന്നത് 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 38 ആവാം, 83 ആവാം, അല്ലെങ്കിൽ 46 ആവാം, 64 ആവാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ബി ഗ്രേറ്റർ ദാൻ 4 ആണെന്ന്. ബി ഗ്രേറ്റർ ദാൻ 4 ആണ് എങ്കിൽ ഈ ആൻസറും വരില്ല. ദർ ആർ ടു പോസിബിലിറ്റീസ് 38 ആൻഡ് 64. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ വരുമ്പോൾ വി മൈറ്റ് ബി ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. അതായത് ഓക്കെ, രണ്ട് ഓപ്ഷൻ വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു തോട്ട് വരും. പക്ഷേ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ഇതിട്ട് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ പുട്ടിംഗ് ഇറ്റ് ലൈക്ക് 638 ഓർ 646, നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ വെൻ യു ആർ ടേക്കിംഗ് 638 മീൻസ് ആ നമ്പർ എൻഡ് ചെയ്യുന്ന 8ലാണ്. നമുക്കറിയാം പവർ കണ്ടുപിടിക്കുമ്പോൾ ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ എൻഡ് ഡിജിറ്റ് മാത്രം എടുത്തിട്ട് പവറുകൾ നോക്കിയാൽ മതി, കാരണം എല്ലാം കൂടി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ 8 raised to 1 ഫസ്റ്റ് പവർ എടുത്താൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 8. ഇഫ് യു ആർ ടേക്കിംഗ് 8 raised to 2 ദാറ്റ് ഈസ് സെക്കൻഡ് പവർ എടുത്താൽ 8 into 8 8 × 64. സോ എൻഡിങ് വിത്ത് 4 ആയിരിക്കും. When you are taking the third power, that is going to be 4 into 8. Already second power is ending with the 4. Third power then 4 into 8, 32, ending with the 2. If you are taking the fourth power, you are getting ending with the 2 into 8, 6. If you are taking the fifth power, you will be getting 8. Fifth power, it will be ending with 8. That means in the fifth, that means the sequence is happening for 4 powers. Then the fifth power it is getting repeated. Correct? The fifth power it is getting repeated. Fine. So, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് we need to take out the power of 64. We need to take out the power of 64. If you think about 64 is a multiple of 4. That means 64 can be written as 4 into 16. 64 can be written as 4 into 16. So if you are taking it up, when you are taking ending with 8, whole to the power of 4 into 16, we know that whole to the power of 4 and the parayana will end with 6. When you are having a multiple, it will be obviously will get repeated. Repeated out. The unit digit is going to be ending with 6. Unit digit 6 will end out. Okay, fine. In a number of 646 in a case. 646 in a case. If a number ending with a 6, if you are taking the first power, that will end with a 6. If you are taking number 6 ending and a second power, other end with a 6. If you are taking the number ending with a 6, if you are taking third power, that will also end with a 6. Other 6 end ചെയ്യുന്ന ഏത് നമ്പറിന്റെയും പവർ എടുത്താൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 തന്നെയായിരിക്കും. സോ വാട്ട് വി കെയിം ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഈ പറയപ്പെടുന്ന 6ab ഹോൾ ടു ദ പവർ ഓഫ് 64 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 638 ഹോൾ ടു ദ പവർ ഓഫ് 64 ആവാം, അല്ലെങ്കിൽ 646 ഹോൾ ടു ദ പവർ ഓഫ് 64 ആകാം. രണ്ട് കേസിലും ദ നമ്പർ വിൽ എൻഡ് വിത്ത് 6. സോ നമുക്ക് ആ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 6 ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. നടക്കില്ല എങ്കിൽ രണ്ടും കൂടെ ടുഗദർ ഇട്ട് നോക്കാം. അല്ലാതെ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള ഇനിഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള പ്രീ ഡിസൈഡഡ് നോളജ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വി ഷുഡ് നോട്ട് അസ്യൂം എനിത്തിങ്. അങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുന്നത്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമാണ് എങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, share with your friends, those who are interested to learn these kind of things. There are many people, those who are preparing for competitive exams. For them, there are various playlists are available. Indian polity, quantitative aptitude, then class 10, plus 1, plus 2, physics, chemistry, maths topic. നമ്മൾ various playlists discuss ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. Keep watching, keep learning. Thanks for watching. Bye.